ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പയുടെ മൂന്നാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം പുഷ്പ ഫാൻസ് ഇടിച്ച് കയറി വാ. ഇവിടെ ആദ്യ ദിനം സിനിമ നേടിയത് 1927 ഷോകളിൽ നിന്ന് 5,34,00,000 രൂപയോളമാണ്. അതായത് 6,10,00,000 രൂപയോളമാണ് സ്ഥിരീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് തന്നെ പറയാം. രണ്ടാം ദിവസം 1,99,00,000 രൂപയോളമാണ് 1,383 ഷോകളിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് 2.5 കോടിക്ക് മുകളിലാണ് രണ്ടാം ദിവസത്തെ കളക്ഷൻ. അങ്ങനെ 2 ദിവസത്തെ കളക്ഷനായിട്ട് സിനിമ ഏറെക്കുറെ 8,80,00,000 രൂപയ്ക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. ഇന്ന് മൂന്നാം ദിവസം സിനിമയ്ക്ക് ചെറിയ ഒരിടിവാണ് കേരളത്തിൽ കാണുന്നത്. അത് കേരളത്തിൽ മാത്രമാണ് ഈ ഒരു പ്രതിഭാസം കാണാമെങ്കിൽ ബാക്കി എല്ലായിടത്തും തീ ആയിട്ടുള്ള കളക്ഷൻ എന്ന് തന്നെ പറയാം. കേരളത്തിൽ മൂന്നാം ദിവസം ഇതുവരെ 960 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 63,000-ന് മുകളിൽ ജനങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഇന്നലെ 30% ഒക്യുപ്പൻസി ഉള്ള സ്ഥലത്ത് ഇന്ന് 22%. ഏറെക്കുറെ ഫൈനൽ റൗണ്ടിലേക്ക് വരുമ്പോൾ അതേ രീതിയിലേക്ക് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് ഇതുവരെ 1,04,24,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അതായത് പ്രൊജക്റ്റഡ് ആയിട്ട് ട്രാക്കേഴ്സ് പറയുന്നത് 1,89,90,000 രൂപയോളം ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇന്നലത്തേനേക്കാളും ഒരു 10,00,000 രൂപ കുറവെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. പക്ഷേ ഫൈനൽ കളക്ഷൻ വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ 2 കോടി തന്നെ ടച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു 3 ദിവസങ്ങളും 2.5 കോടിക്ക് മുകളിൽ ഫൈനൽ ഗ്രോസ് കേരളത്തിൽ നിന്ന് വന്നു എന്നുള്ളത്. എങ്ങനെ പോയാലും സിനിമയ്ക്ക് കളക്ഷൻ വരുന്നത് 10 കോടിക്ക് മുകളിലായിരിക്കും 3 ദിവസത്തെ കളക്ഷൻ എന്നുള്ളതാണ്. ഇനി വേൾഡ് വൈഡിലേക്ക് ചെല്ലുകയാണെങ്കിൽ വെള്ളിയാഴ്ചത്തേക്കാൾ കൂടുതലാണ് സിനിമയുടെ ശനിയാഴ്ചത്തെ കളക്ഷനായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്, ഹിന്ദി, അതേപോലെ തന്നെ കർണാടക, അതേപോലെ തെലുങ്ക് ദേശങ്ങളിൽ ഭീകരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വരുന്നത്. റെക്കോർഡ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് തീവട്ടിക്കൊള്ള എന്ന് തന്നെ പറയാം. ബോക്സ് ഓഫീസ് തൂത്തുവാരിയെടുക്കുകയാണ് പുഷ്പയും ടീമും എന്ന് തന്നെ പറയാം. പുഷ്പ 2 അമ്മാതിരി ഒരു സ്ഫോടക സംഭവം എന്ന് തന്നെ വേണം നമുക്കതിനെ പറയാനുള്ളത്. ഒരിക്കലും ഒരു സിനിമ, ഇന്ത്യൻ സിനിമ പ്രതീക്ഷിക്കാത്ത റേഞ്ചിലേക്കാണ് പുഷ്പ എത്തിയിരിക്കുന്നത്. വലിയ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന സിനിമ തന്നെയാണ്. പക്ഷേ ആ ബഡ്ജറ്റ് കവർ ചെയ്തിരിക്കുന്നു 2 ദിവസം കൊണ്ട് തന്നെ എന്ന് പറയാം. അതായത് ഏറെക്കുറെ ഇന്നത്തോടു കൂടി തന്നെ അതിൻ്റെയൊക്കെ ബ്രേക്ക് ഇവനിലേക്ക് കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. സിനിമ വലിയ സക്സസ് ആയി മാറുകയാണ്. ഇന്നും ഹിന്ദി ബെൽറ്റിൽ നിന്ന് സിനിമ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 60 കോടിക്ക് മുകളിലാണ്. രണ്ടാം ദിവസം 59 കോടിയാണെങ്കിൽ മൂന്നാം ദിവസം 60 കോടിയോളം ആയിരിക്കുമെന്നാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇന്നത്തെ ദിവസം 75 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളതാണ്. അതായത് ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു മൂന്നാം ദിവസം സിനിമ ഇന്ന് രണ്ടാം ദിവസം ലഭിച്ചത് 150 കോടി 160 കോടിയോളമാണ്. 55 കോടിക്കടുത്താണെങ്കിൽ നാളെ, അതായത് ഇന്നത്തെ കളക്ഷൻ ഫൈനലായിട്ട് നാളെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ 250 കോടി, 220-നും 250 കോടിക്കും ഇടയിലായിരിക്കും എന്നുള്ളതാണ്. ആരൊക്കെയാണ് പുഷ്പ തിയേറ്ററിൽ പോയി കണ്ടത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. മലയാളികൾ മാത്രമല്ല ബാക്കിയുള്ളവരും ചാനൽ കാണുന്നുണ്ടെങ്കിൽ കമൻസ് ഒന്ന് രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തരികയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്തു തരണം. ഗ്രേറ്റ് മീഡിയ.